السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. تولد جموع حمير എന്ന ഫസ്ലിൽ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് وقال رجل من حمير في وقعة كانت لبني عبد مناة وكلب على حمير فقتل فيها علقمة بن ذي يزن الحميري. അബ്ദ് മനാത്തിന്റെയും കൽബ് ഗോത്രക്കാരുടെയും ഇടയിൽ, അതേപോലെ തന്നെ അവര് ഹിമ്യറിനോട് നടത്തിയ ഒരു സംഘട്ടനത്തിന്റെ ഏതാനും ചില ഭാഗങ്ങളാണ് ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാനുള്ളത്. വളരെ വിശാലമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മൻ റആ യൗമനാ വയൗമ ബനി തൈമി ഇദൽ തഫസീഖുഹു ബിദമി لما رأوا أن يومهم أشب شدوا حيازيمهم على ألمه كأنما الأسد في عرينهم ونحن كالليل جاش في قطمه لا يسلمون الغداة جارهم حتى يزل الشراك عن قدمه ولا يخيم اللقاء فارسهم حتى يشق الصفوف من كرمه ما برح التيم يعتزون والسمر الخط تشفي السقيم من سقمه ما برح التيم يعتزون وزرق الخط تشفي السقيم من سقمه حتى تولت جموع حمير والفل سريعا يهوي إلى أممه حتى تولت جموع حمير والفل سريعا يهوي إلى أممه وكم تركنا هناك من بطل تسفي عليه الرياح من لممه. ഇവിടെ വഖാല റജുലുൻ മിൻ ഹിമ്യറ, ഇവിടെ ഷാഇർ ഹിമ്യരിയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഷാഇറിന്റെ പേര് പരാമർശിക്കപ്പെടുന്നില്ല. ഷാരിഹികളാരും അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കബീല ഹിമ്യറാണ്. അദ്ദേഹത്തെ അതിലേക്ക് നിസ്ബ ചെയ്തിട്ട് ഹിമ്യരി എന്ന് പറയുന്നു. ഇവിടെ ബനു അബ്ദ് മനാത്ത്, അതേപോലെ തന്നെ തമീം ഗോത്രക്കാര്, അദിയ്, ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് സഅദ് എന്ന് പറയുന്നത്. ഈ സഅദില് ക്ഷാമം നേരിട്ടപ്പോ ഇവിടെ 3 കബീലയെ പരാമർശിച്ചു എന്ന് മാത്രം. ബനു അബ്ദ് മനാത്ത്, അദിയ്, അതുപോലെ തന്നെ ബനു തമീം, ബനു തൈമാണ്. അങ്ങനെ ഇവര് മറ്റു പല കബീലക്കാരുമായിട്ട് യമനിലെ വളരെ പ്രശസ്തമായിരിക്കുന്ന നാടാണല്ലോ സൻആ. ആ യമനിലെ സൻആയിലേക്ക് പുറപ്പെടുക. അവരെ നാട്ടിൽ ക്ഷാമം പിടിച്ചു. അങ്ങനെ അവരുടെ ഒട്ടകത്തെയൊക്കെ കൂട്ടി സൻആയിലെ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. പക്ഷേ സൻആയിലുള്ള ഒരു വലിയ കബീലക്കാരാണ് ഹിമ്യരി. പക്ഷെ ഇവർക്കത് പ്രയാസമായി. അങ്ങനെ എന്ത് ചെയ്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ആഘാതങ്ങളും ചെറിയ സംഘട്ടനങ്ങളൊക്കെ അവിടെ ഉണ്ടാകുകയാണ്. അത് പിന്നീട് ഒരു വലിയ യുദ്ധത്തിലേക്ക് എത്തുക. അങ്ങനെ അവിടെ ഹിമ്യർ രാജാക്കന്മാരിൽപ്പെട്ട ഒരു ദൂനാബ്, ഒരു വലിയ ശക്തനായിരിക്കുന്ന ഒരാള് അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. അതിന് പ്രതികാരം ചോദിക്കാൻ വേണ്ടി
നമ്മുടെ ഹിമ്യരികള് കെൽബ് ഗോത്രത്തോട് പോരാട്ടത്തിന് വരിക. ഈ രാജാവിന്റെ ശക്തനായിരിക്കുന്ന ഈ രാജാവിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി കെൽബ് ഗോത്രത്തിലേക്ക് വരും. അവര് വരുന്നത് ബനു അബ്ദുമനാത്ത്, ബനു തൈമ്, അദിയ്, അതേപോലെ തന്നെ ബനു ഉഖല്, കെൽബ് ഗോത്രക്കാര്, ഇങ്ങനെ ഇവരിലേക്ക് അവരെന്ത് ചെയ്യാണ്, ഹെമ്യരികള് ഒന്നടങ്കം വരിക. അങ്ങനെ അവിടെ യുദ്ധം ഉണ്ടായി. ഈ പോരാട്ടത്തില് വളരെ ശക്തമായിട്ട് പോരാടിയവരാണ് ബനു അബ്ദുമനാത്തും ബനു കെൽബും. ഈ രണ്ട് ഗോത്രക്കാര് ഹിമ്യരികളുടെ മേല് നന്നായിട്ട് പോരാടി. അതിന്റെ ഫലമായിട്ട് ഹിമ്യരികളുടെ തലവൻ അൽഖമത്ത് ബിനു ദീ യസിൻ എന്ന് പറയുന്ന ആള് കൊല്ലപ്പെടും. ഈ ചരിത്രം ചെറിയ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ഹിമ്യരികളിൽപ്പെട്ട ഒരു ഷായർ. അവിടെ അദ്ദേഹം പറയാണ്, മൻ റആ യൗമന വയൗമ ബനി തൈം. അദ്ദേഹം ഹിമ്യരിയാണ്, അതുകൊണ്ടാണ് യൗമന എന്ന് പറഞ്ഞത്. മൻ അവിടെ ഇസ്തിഫാമിയായിട്ടും പറയാ. മൻ ആരാണ് റആ കണ്ടത്, യൗമന നമ്മുടെ ദിവസം, അഥവാ നമ്മുടെ യുദ്ധത്തിന്റെ ദിവസം എന്നർത്ഥം. അതേപോലെ വയൗമ ബനിത്തൈം, ബനുത്തൈമിന്റെ യുദ്ധത്തിന്റെ ദിവസം, അവർ തമ്മിലുള്ള പോരാട്ടം, അത് കണ്ടത് ആരാണ്? അവിടെ ഒരു നിസാരപ്പെടുത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത്. ഇസ്തിഫാമ് അവിടെ തഫ്ലിയാണ്. എപ്പോഴാണ്? ഇതിൽ തഫ സീഖുഹു ബിദമിഹി. സീഖ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ എന്നർത്ഥം. ഇൽത്തഫ എന്ന് പറയുന്നത്, ഇൽത്തഫ എന്ന് പറഞ്ഞാൽ ഇഖ്തലത്ത, കൂടിക്കലകൾ. അപ്പോ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ കൂടിക്കലർന്നപ്പോ ബിദമിഹി, രക്തങ്ങൾ കൊണ്ട്. ദമ് എന്ന് പറഞ്ഞാലും ജിൻസ ഉദ്ദേശിക്കുന്നത്. രക്തങ്ങൾ കൊണ്ട് കൂടിക്കലർന്നപ്പോ നമ്മുടെ ഈ ദിവസം നോക്കിക്കണ്ടവർ, നമ്മുടെ യുദ്ധം നോക്കിക്കണ്ടവർ ആരാണ് എന്ന് ഇസ്തിഫാമ് തഫ്ലിയ ആയിട്ട് അങ്ങനെ. അതല്ല എങ്കിൽ മൻ എന്നുള്ളത് ഒരു കളയപ്പെട്ട ഫിഅലിന്റെ മഫ്ഊലായിട്ട്, അപ്പൊ മൗസൂലയാവും മന്ന്. സാഇൽ മൻ റആ, നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് കണ്ട ആളുകളെ എന്ന്. അപ്പൊ സാഇൽ മൻ റഅ. അപ്പൊ അങ്ങനെ ഫിഅല് സങ്കല്പിക്കുമ്പോ അങ്ങനെയാവും. സാഇൽ മൻ റആ യൗമന വയൗമ ബനി തൈം എന്നാവും. ഇവിടെ യൗമ് വീണ്ടും ആവർത്തിക്കാനുള്ള കാരണം മുലാഫിലേഹി വ്യത്യാസമുണ്ടല്ലോ. ഒന്ന് യൗമന എന്ന് പറയുന്ന ഹിമ്യരിയിലേക്കാണ്, മറ്റൊന്ന് നേരെ എതിർവശമാകുന്ന തൈമിലേക്കുമാണ്. അതുകൊണ്ടാണ് അവിടെ യൗമൻ ചെയ്തത് ആവർത്തിച്ചത്. അപ്പൊ അവിടെ യുദ്ധം വളരെ ശക്തമായിരുന്നു എന്ന് തെളിയിക്കുകയാണ്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങള് രക്തങ്ങളുമായിട്ട് കൂടിക്കലർന്നുകൊണ്ട് വളരെ ശക്തമായ യുദ്ധം നടക്കുകയാണ് എന്ന് കാണിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ലമ്മ റഔ അന്ന യൗമഹും അശിബുൻ. അവർ കണ്ടപ്പോൾ, ആരാണവര്? ഇവിടെ ഈ വിഷയം പറയുന്നത് ഹിമ്യരിയാണ്. അപ്പൊ അവർ എന്ന് പറഞ്ഞാൽ ബനു തൈം. ബനു തൈം കണ്ടപ്പോൾ എന്ത്? അന്ന യൗമഹും, അവരുടെ ദിവസം അഥവാ അവരുടെ യുദ്ധം, അത് അശിബുൻ. അശിബുൻ എന്ന് പറഞ്ഞാൽ അശിബ ഷജർ എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ തടവില്ലാതെ കൂട്ടമായിട്ട് ഉണ്ടാവുന്ന മരങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അശിബ് എന്ന് പറയുന്നത്. അതേപോലെ ധാരാളം ആളുകൾ ഉണ്ടാവുമ്പം എന്ത് പറയും? അതേപോലെ പറയും. അതേപോലെ അസിബൽ അർദ് എന്ന് പറയും. എപ്പോ? ഭൂമിയിൽ മരങ്ങളും അതുപോലെ തന്നെ ചെടികളും ഒക്കെ ഉണ്ടെങ്കിൽ അശിബ് എന്ന് പറയും. ഇവിടെ അശിബ് ബിഷീനാണ്. അസിബ് എന്നും ലോകത്തുണ്ട്. അസിബ് എന്ന് പറഞ്ഞാൽ അവിടെ സസ്യങ്ങളും പുല്ലുകളുമൊക്കെ കൂടുതൽ മുളച്ചു പൊന്തുന്ന ആ ഒരു അവസ്ഥക്കും എന്ത് പറയുന്നുണ്ട്? അസിബ് എന്ന് പറയാറുണ്ട്.
അപ്പൊ അസിബ് എന്നായാലും അഷിബ് എന്നായാലും ഒക്കെ അർത്ഥം ഒന്നാണ്. അപ്പൊ അവരുടെ ദിവസം യുദ്ധം അവർ കണ്ടു. അഷിബായിട്ട് കണ്ടു. അഷിബ് എന്ന് പറഞ്ഞാല് കൂടുതലായിട്ട് ശക്തമായിട്ട് കണ്ടപ്പോൾ ശദ്ദു ഹയാസീമഹും അലാ അലമിഹി. ശദ്ദു എന്ന് പറഞ്ഞാൽ അവർ ശക്തി പകർന്നു. ഹയാസീമഹും, ഹയാസിം ഹൈസൂമിന്റെ ജമഅ, അൽ ഖൽബു അസ്സദ്റു ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഹസ്മാണ് അതിന്റെ അസ്ലി ഫിഅൽ. ഹസ്മ് മനക്കരുത്ത്. അപ്പോ മനക്കരുത്തുള്ള ഭാഗം ഏതാണ്? സദറും ഖൽബുമാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? ഇത്തരം യുദ്ധത്തിന്റെ ദിവസം അവർ ശക്തിയാണ് എന്ന് കണ്ടപ്പോ അവരെന്ത് ചെയ്തു? അവിടെ സ്വന്തം മനസ്സിന് ശക്തി പകർന്ന് ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു. വേദനിക്കുന്നതിന് മേലില് ക്ഷമ കൈക്കൊള്ളാനും പറഞ്ഞിട്ട് അവർ യുദ്ധത്തിന് ഒരുങ്ങി എന്നാണ് അർത്ഥാക്കുന്നത്. ലമ്മ എന്നുള്ള ഷർത്തിന്റെ ജവാബ് ഏതാണ്? ശദ്ദു. അവർ കണ്ടപ്പോൾ ശദ്ദു, അവര് ശക്തി പകർന്നു, ക്ഷമിക്കാൻ വേണ്ടി മനസ്സിനോട് ആവശ്യപ്പെട്ടു. വേദനിക്കുന്ന സന്ദർഭം വരുമ്പോ ക്ഷമിക്കണം എന്ന് ഹൃദയത്തോട് പറഞ്ഞ് അവര് തൈമ് ഗോത്രക്കാര് യുദ്ധത്തിന് ഒരുങ്ങി. കഅന്നമൽ ഉസ്ദു ഫീ അരീനിഹിം, കഅന്നമൽ ഉസ്ദു ഫീ അരീനിഹിം. ഉസ്ദ് അസദിന്റെ ജംഅ്. അവിടെ ഉസ്ദ് എന്നത് കളയപ്പെട്ട ഒരു മുബ്തദന്റെ ഖബറാണ്. കഅന്നമാ ഹും ഉസ്ദുൻ എന്നാണ്. അവരേതുപോലെയുണ്ട്? സിംഹങ്ങളെ പോലെയുണ്ട്. ഫി അരീനിഹിം. അരീന് എന്ന് പറഞ്ഞാൽ മഅ്വൽ അസദ്, അജ്മത്ത് എന്നൊക്കെയാണ്. അജ്മത്ത് എന്ന് പറഞ്ഞാല് വലിയ കാടുകൾ, അജ്മത്ത്. അപ്പൊ അവര് കാട്ടിലെ, അതല്ലെങ്കിൽ സിംഹത്തിന്റെ സങ്കേതത്തിലെ വലിയ സിംഹങ്ങളെ പോലെയുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? സിംഹത്തിന്റെ സങ്കേതത്തിലെ സിംഹം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരു അധികാരം ഉണ്ടാവുമല്ലോ. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വീട്ടിലുള്ളൊരു അധികാരവും ഒരു ശജാഅത്തൊക്കെ ഒരു അധികം ഉണ്ടാവും. ആ നിലക്ക് പറയാണ് സിംഹങ്ങളെ സങ്കേതത്തിലെ സിംഹങ്ങളെ പോലെയാണ്. അപ്പൊ അവർക്ക് ധൈര്യം കൂടും എന്നർത്ഥം. പുറത്തു പോകുമ്പം ഉള്ളതിനേക്കാളും കൂടുതൽ ധൈര്യം എന്തുണ്ടാവും? സ്വവസതിയിലുണ്ടാവും. അപ്പൊ അവിടെ ആരെങ്കിലും വരുമ്പം ആട്ടി ഓടിക്കാനൊക്കെ കൂടുതലൊരു ആർജവം ആർക്കുണ്ടാവും? സിംഹങ്ങൾക്കുണ്ടാവും. അതുകൊണ്ടാണ് അവർ അതുപോലെയുണ്ട് എന്ന് പറഞ്ഞത്. എന്നാ നഹ്നുക്കല്ലൈലി, ഞങ്ങൾ രാത്രിയെ പോലെയാണ്. ജാശഫി ഖതമിഹി, ഏത് രാത്രിയെ പോലെ? പുരാപൂരിട്ടുള്ള രാത്രി. കാരണം രാത്രി എന്ന സംഭവം വരുമ്പം ഒരൊറ്റ വസ്തുവിനെയും ഒഴിവാവാതെ എല്ലാ ഇടത്തും ആ ഇരുട്ട് പകരുമല്ലോ. ചില ഭാഗത്തും ഇരുട്ടിനെ ഒഴിവാക്കാന്നുണ്ടാവില്ല, കൂരിട്ടാവും. അപ്പൊ ഞങ്ങൾ രാത്രിയെ പോലെയാണ്. ജാശ ഫി ഖതമിഹി. ജാശ എന്ന് പറഞ്ഞാൽ എന്താ? ജാശത്തിൽ ഖിദറു എന്ന് പറഞ്ഞാൽ തിളച്ചു മറിയാം. ഇവിടെ ഈ ജുംല ഹാലായിട്ടാണ്. കല്ലൈലി ജാശ ഫീ ഖതമിഹി. ഖത്തമ് എന്ന് പറഞ്ഞാൽ ഗുബാറ്, ദുൽമത്ത്, രീഹ്, ഇതൊക്കെയാണ് അർത്ഥാക്കുന്നത്. പൊടി, ഇരുട്ട് ഒക്കെയാണ്. ഇവിടെ അല്ലൈലിലെ ലാമ് അഹദിന്റെ അലിഫ്ലാം, ദിഹിനിൽ അറിയപ്പെട്ട ആ രാത്രി. അപ്പോ അങ്ങനത്തെ ഒരു പൂരി ഇരുട്ടിനെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് പറയണം ഞങ്ങൾ രാത്രിയെ പോലെയാണ്. എങ്ങനത്തെ രാത്രി? അത് രാത്രി തിളക്കുക എന്ന് പറയുമ്പോൾ അതെന്തെയും ആ രാത്രിയെ മുഴുവനും ആവരണം ചെയ്യാം. രാത്രി എന്ന് പറയുന്നത് അവിടെ മുഴുവനും ഇങ്ങോട്ട് ബാധിച്ചിരിക്കുന്നു. ആ കാറ്റിലും പൊടിയിലും ദുൽമത്തിലുമൊക്കെ അങ്ങോട്ട് മൊത്തത്തിൽ വ്യാപിച്ച അങ്ങനത്തെ ശക്തമായിരിക്കുന്ന ഒരു രാത്രി പോലെയാണ്. എന്ന് വെച്ചാൽ അവര് സിംഹങ്ങളെ പോലെ എന്ന് വെച്ചാൽ ഞങ്ങൾ എതിരിടുന്ന എതിരാളികള് ബലഹീനരൊന്നല്ല, ശക്തരാണ് എന്ന് ആദ്യം തെളിയിച്ചു. കന്നമ അൽ അസദു എന്ന് പറഞ്ഞു, അൽ ഉസ്ദു എന്ന് പറഞ്ഞു. ഞങ്ങൾ രാത്രിയെ പോലെയാണ് എന്ന് വെച്ചാൽ ആ ഇരുട്ട് എല്ലാ ഭാഗത്തും എത്തുന്നുണ്ട് എന്ന അർത്ഥത്തിൽ ആരെയും ഒഴിവാക്കാതെ ഞങ്ങളും വലിയ ശക്തരാണ് എന്നാണ് അവിടെ തെളിയിക്കുന്നത്.
എന്നിട്ട് പറയുന്നു ലാ യുസ്ലിമൂനൽ ഗദാത ജാറഹും ഹത്താ യസില്ല ശിറാഖു അൻ ഖദമിഹി. അസ്ലമഹു എന്ന് പറഞ്ഞാൽ ഇദാ തറക്കഹു വഖദലഹു എന്നൊക്കെയാണ്. അപ്പൊ ലാ യുസ്ലിമൂന കഴിഞ്ഞ ബേത്തുകളിലൊക്കെ വന്നിട്ടുണ്ട്. ലാ യുസ്ലിമൂനൽ ഗദാത ജാറഹും, അവര് അവരുടെ അയൽവാസികളെ നിസാരപ്പെടുത്തുന്നില്ല. ഹത്താ യസില്ല ശിറാഖു അൻ ഖദമിഹി, ഏതുവരെ? ഷിറാഖ് ചെരുപ്പിന്റെ വാറ് പാദത്തിനെ തൊട്ട് ഒഴിഞ്ഞു പോകുന്നത് വരെ, എന്നുവെച്ചാൽ മരണം വരെ എന്നർത്ഥം. ഗദാത്ത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രഭാതം എന്ന് പറയുമ്പോൾ ആ യുദ്ധത്തിന്റെ പ്രഭാതമാണ്. അടുത്ത വേദത്തിൽ പറയുന്നത് വലാ യഖീമുൽ ലിഖാ. അപ്പൊ ഗദാത്തുൽ ലിഖാ ആണ് ഉദ്ദേശിക്കുന്നത്, അതല്ലാതെ മുത്തലക്കൻ പ്രഭാതം എന്നല്ല. ആ യുദ്ധത്തിന്റെ ദിവസത്തെ പ്രഭാതത്തിൽ അവർ നിസാരപ്പെടുത്തുന്നില്ല, അയൽവാസികൾ അവർ ഒഴിവാക്കുന്നില്ല. ഏതുവരെ? ഹത്താ യസില്ല ശിറാഖു അൻ ഖദമിഹി. അപ്പോ മരണം വരെ എന്നാണ് അർത്ഥം. മരിച്ചാ പിന്നെ ചെരുപ്പിടൂലല്ലോ. അപ്പൊ ഇവിടെ ഷിറാഖ് ഹത്താ യസില്ല ഖദമുഹു അൻ ഷിറാഖി എന്നാണ് ശരിക്കും പറയുന്നത്. ഖൽബുണ്ടാവും, ഒരു മാറ്റിമറിക്കലുണ്ട്. അപ്പോ അത് കിനായത്താണ്, മൗത്തിനെ തൊട്ട് കിനായത്താണ്. മരിച്ചാ പിന്നെ ചെരുപ്പും ഖദമിനെ തൊട്ട് അല്ലെങ്കിൽ ഖദമ് ഷിറാഖിനെ തൊട്ട് ഒഴിവാകുന്ന അവസ്ഥ പിന്നെ പോയില്ല, പിന്നെ ചെരുപ്പിടൂലല്ലോ. അതുകൊണ്ട് മരിക്കുന്നത് വരെ അവരെന്ത് ചെയ്യൂല, അവരുടെ അയൽവാസികളെ യുദ്ധത്തിന്റെ ദിവസം ഒഴിവാക്കുകയോ നിസാരപ്പെടുത്തുകയോ ചെയ്യൂല. ഘോരമായ യുദ്ധമാണ്. അതിന്റെ പിന്നെ പ്രത്യേകത കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞല്ലോ, അതിശക്തമായ പോരാട്ടം നടക്കുക. എന്നിട്ട് പോലും അവര് അയൽവാസികൾക്ക് കൊടുക്കേണ്ട പരിഗണന തീർത്തും കൊടുക്കും. അവരെ ഉപേക്ഷിക്കുകയോ ഒഴിവാക്കുകയോ നിസാരപ്പെടുത്തുകയോ ഒന്നും ചെയ്യൂല. അവര് മരണം വരെ അവർക്ക് സഹായം എത്തിച്ചുകൊണ്ടേയിരിക്കും എന്ന് അവിടെ അവരുടെ ഒരു പവർ, ഒരു മഹത്വം ഇടക്കൊന്ന് കാണിക്കണം. പിന്നീട് പറയുന്നു വലാ യഖീമുൽ ലിഖാ ഫാരിസുഹും ഹത്താ യശുഖ സുഫൂഫ മിൻ കറമിഹി. വലാ യഖീമു, ഖാമ യഖീമു, ളറബ യദ്രിബു വസ്നാണ്. ഖാമ അൻഹു എന്നാണ്. അപ്പം വലാ യഖീമു അനിൽ ലിഖാഇന, ഇവിടെ നസ്ഉൽ ഖാഫിദ് മൻസൂബാണ്. അൻ എന്ന് കളയപ്പെട്ടിട്ട്, അങ്ങനെ കളയപ്പെട്ടപ്പോ പിന്നെ വലാ യഖീമു എന്നുള്ള അമല് ലിഖാഇൽ അമല് ചെയ്തു. അപ്പൊ ലാ യഖീമുന്റെ മഅമൂലായി ഡയറക്റ്റായി. അപ്പൊ വലാ യഖീമു അനിൽ ലിഖാഇ എന്നാണ് അസ്ല് വരെ. അവര് ഭീരുക്കളാവൂല. വലാ യഖീമു നഖസ വജബുന എന്നൊക്കെയാണ്. അപ്പൊ അവര് ഭീരുക്കളാവൂല യുദ്ധത്തിനെ തൊട്ട്. ലിഖാ പരസ്പരം ശത്രുക്കളെ ഏറ്റുമുട്ടല്, അതിനെ തൊട്ട് അവർക്ക് ഭീരുക്കളാവൂല. ആര്? ഫാരിസുഹും, അവരുടെ യോദ്ധാക്കള്. ഇനിവിടെ നസ്ഉൽ ഖാഫിദ് മൻസൂബ് അല്ലാതെ ലർഫായിട്ട് മത്ല അശംസ് എന്നൊക്കെ പറയും പോലെ അങ്ങനെയാക്കാം. അപ്പം എന്താവും? അവിടെ വഖ്ത ലിഖാ ആവും ഉദ്ദേശം. അവര് ശത്രുക്കളെ കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ ശത്രുക്കളോട് ഏറ്റുമുട്ടുന്ന സമയത്ത് ഭീരുക്കളാവൂല എന്ന് അങ്ങനെയും അർത്ഥം വെക്കാം. ഏതായിരുന്നാലും അവരുടെ ഫാരിസ് യോദ്ധാക്കൾ എന്താവൂല, ശത്രുക്കളോട് ഏറ്റുമുട്ടുമ്പോ ഭീരുക്കളാവൂല. ഏതുവരെ? ഹത്താ യശുഖ സുഫൂഫ മിൻ കറമിഹി, അണികളെ കീറിമുറിക്കുന്നത് വരെ. ശക്തമായുള്ള കുതിച്ച് ഓട്ടം, എല്ലാ അണികളെയും കീറിമുറിച്ച് അവരങ്ങനെ ശക്തമായിട്ട് മുന്നേറും. മിൻ കറമിഹി, അവരുടെ മഹത്വം കാരണം മഹത്വത്തിന്റെ മാറ്റാണല്ലോ ആറ്, അപമാനം എന്നുള്ളത്. അപ്പം അപമാനം എന്നത് അവരുടെ സ്വഭാവത്തിലും അവരുടെ കുടുംബത്തിലും തൊട്ടു തീണ്ടാത്ത ഒരു വസ്തുവാണ്. അപ്പൊ അവർക്ക് കറമാണ്. കറമും ഷറഫും ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ കറമും ഷറഫും കാരണം മിൻ കറമിഹി എന്നാണ്. അപ്പോ ഷറഫും കറമും കാരണം അവര് വളരെ ധൈര്യമായി ശത്രുക്കളുടെ മുന്നിലേക്ക് എല്ലാ അണികളും ഛേദിച്ചുകൊണ്ട്
അവര് വളരെ ശക്തമായി മുന്നോട്ട് തന്നെ ഒരിക്കലും തന്നെ പിന്മാറാൻ തയ്യാറില്ലാത്ത രൂപത്തിൽ അവർ കുതിച്ചു പാഞ്ഞുകൊണ്ടേക്കും. ആ സമയത്ത് പോലും അവർ ഭീരുക്കളാവുകയില്ല. മാ ബരിഹത്തൈമു യഅ്തസൂന വസുർഖുൽ ഖത്തി വസുംറുൽ ഖത്തി എന്നുണ്ട് ചില നുസ്ഖയിലൊക്കെ. മാ ബരിഹത്തൈമു, മാ ബരിഹ നാഖിസായ ഫീല് പെട്ടാണ്. അപ്പൊ തൈമാണ് അതിന്റെ ഇസ്മ വരുന്നത്. പിന്നെ യഅ്തസൂന എന്നുള്ളത് ആണ് അതിന്റെ ഖബർ. അപ്പോ തൈമ് ആയിക്കൊണ്ടിരിക്കുന്നു. യഅ്തസൂന എന്ന് പറഞ്ഞാൽ ഇന്തിസാബാണ് അതിന്റെ അർത്ഥം. വാപ്പയിലേക്ക് ചേർത്തി പറയും. അവര് യാലിഫുലാൻ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന മാ ബരിഹത്തൈമു തൈമ് പിന്നെ കബീലക്കാരായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവരവരുടെ വാപ്പയിലേക്ക് ചേർത്തിട്ട് യാലിഫുലാൻ എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏത് സ്ഥിതിയില്? വസുർഖുൽ ഖത്തി എന്ന ഖത്ത് എന്ന സ്ഥലപ്പേരാ. ഖത്തിലെ സുർക്ക് എന്ന് പറയുന്നത് ആ വാളിന്റെ ആ പല്ലുകള് ഉദ്ദേശിക്കുന്നത് ജുസ് പറഞ്ഞിട്ട് കുല്ലാണ് മുറാദ്. വാളുകള് തശ്ഫി സഖീമ മിൻ സഖമിഹി, സഖീം രോഗിക്ക് സുഖം നൽകുന്ന സ്ഥിതിയില്, മിൻ സഖമിഹി രോഗത്തിൽ നിന്ന്. അപ്പൊ ആ കുന്തത്തിന്റെ പിടിക്കുന്ന ഭാഗത്തുള്ള സിനാനിക്ക് വസ്തു പറയണം. സുർക്ക് ആ പിടുത്തത്തിന്റെ പല്ലുകൾ എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് അവിടെ റിമാഹ് കുന്തങ്ങളെ മൊത്തം ഉദ്ദേശിക്കുകയാണ് ജുസ് പറഞ്ഞിട്ട്. ഖത്ത് എന്ന് പറയുന്ന സ്ഥലപ്പേരുമാണ്. സഖീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രതികാരദാഹികളാണ്, അല്ലെങ്കിൽ കിബിർ നടിക്കുന്നവർ. അപ്പൊ കിബിർ നടിക്കുന്നവർക്ക് അവരുടെ രോഗം എന്താ? കിബിർ തന്നെ. പ്രതികാരദാഹികൾക്ക് അവരുടെ രോഗം എന്താ? പ്രതികാരം എടുക്കാനുള്ള ആ ആഗ്രഹം. അതിൽ നിന്ന് സുഖപ്പെടുത്തും എന്ന് വെച്ചാൽ ഈ വാളുകൊണ്ട് വെട്ടിയിട്ട് അവർക്ക് പിന്നെ പ്രതികാരം എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കൂല. അങ്ങനത്തെ വാളാണ്, അങ്ങനത്തെ വാള് അല്ലെങ്കിൽ അങ്ങനത്തെ റിമാഹ് കയ്യിലേന്തിയ സ്ഥിതിയിൽ എന്നാണ്. അപ്പൊ പ്രതികാരമെടുക്കുന്നവർക്കുള്ള രോഗം, പ്രതികാരമെടുക്കുക എന്ന ആ ആഗ്രഹം ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള വാള് പിടിച്ചിട്ട് അവരിങ്ങനെ അവരുടെ വാപ്പയിലേക്ക് ചേർത്തി പറഞ്ഞിട്ടു. അങ്ങനെ ഹത്താ തവല്ലത് ജുമൂഉ ഹിംയറ വൽ ഫല്ലു സരീഅൻ യഹ്വി ഇലാ അമമിഹി അല്ലെങ്കിൽ ഉമമിഹി എന്നൊക്കെ. ഏതുവരെ? ഹത്താ തവല്ലത് പിന്തിരിയുന്നത് വരെ. ജുമൂ ഹിംയറ ഹെമ്യരികള് മൊത്തത്തില്. ജുമൂഅ് ജംഇന്റെ ജംഅ് എന്ന വാക്കിന്റെ ജംആണ് ജുമൂഅ്. അപ്പൊ ആ സംഘങ്ങൾ ഹെമ്യരികൾ പിന്തിരിയുന്നത് വരെ. വൽ ഫല്ലു സരീഅൻ, ഫല്ല് എന്ന് പറഞ്ഞാൽ റജുലുൻ ഫല്ലുൻ, ഖൗമുൻ ഫല്ലുൻ, നിസ്വത്തുൻ ഫല്ലുൻ എന്നൊക്കെ പറഞ്ഞാൽ ഫല്ല് മുൻഹസിമുന. മുഫ്രദാണെങ്കിലും ഫല്ല് തന്നെ പറയാം, മുൻഹസിമൂന എന്ന്. അപ്പൊ വൽ ഫല്ലു സരീഅൻ യഹ്വി, പിന്തിരിയുന്ന ആളുകൾ വളരെ വേഗതയിൽ യഹ്വി അവരഭയം പ്രാപിക്കുന്നു. ഇലാ ഉമമിഹി, ഉമ്മത്തിന്റെ ജമ്മ ഉമമ് എന്നാവുമ്പം അവരെ സമൂഹങ്ങളിലേക്ക് എന്നായി. അമമ് എന്നാവുമ്പം മഖ്സിദ്, ഖസ്ദ് എന്നൊക്കെ. അപ്പൊ അവര് പേടിച്ച് പിന്തിരിയുന്നു അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എന്നാണ്. ഹത്താ അദ്ബറത്ത് ജുമൂഉ ഹിംയറ അൻഹും ഔ അനിൽ ഖിത്താലി എന്നൊക്കെ. യഹ്വി എന്ന് പറഞ്ഞാൽ യുസ്രിഉ എന്ന അർത്ഥമുണ്ടല്ലോ. യുസ്രിഉ ഇലാ ഖസ്ദിഹി വ ഖറാബത്തിഹി വ ഇലാ ജമാഅത്തിഹി എന്നൊക്കെ. അവരുടെ സമൂഹത്തിലേക്ക്, അവരുടെ സംഘങ്ങളിലേക്ക്, ഖറാബത്തിലേക്ക് അവർ ഹവാ യഹ്വി എന്നുള്ളതിന് സുക്കൂത്തിന്റെ മാനുണ്ടല്ലോ. അസുഖൂത്തു മിനൽ അഅല ഇലൽ അസ്ഫലി, അതിനും ഹവാ യഹ്വി എന്ന് പറയും.
പിന്നെയോ സുമ്മന്തലിത്ത് യഹ്വി, അവിടെ യുസ്രിഉ എന്നാണല്ലോ അർത്ഥം. അപ്പോ അവർ പേടിച്ചോടി അവർ ലക്ഷ്യം വെക്കുന്നു, അങ്ങനെ ആവാം, അതിന് വേഗതയിൽ പോകുന്നു. സിരിയൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു ബയാൻ എന്ന നിലയ്ക്ക് യഹ്വി ഇലാ ഉമ്മമിഹി എന്ന് അങ്ങനെയും പറയാം. ഏതായിരുന്നാലും അവരെന്ത് ചെയ്യുന്നു, തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവര് വേഗത്തിൽ പുറപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വിശദീകരണം അവസാനിപ്പിക്കുകയാണ്. വകം തറക്കന ഹുനാക മിൻ ബത്തലി തസ്ഫി അലൈഹി ദിയാഹു ഫീ ലമമി. എത്രയാണ് നമ്മൾ ഉപേക്ഷിച്ചത്. കം എന്നുള്ളത് മൻസൂബാണ്, മഫ്ഊലാണ്. തറക്കന എത്രയാണ് നമ്മൾ ഉപേക്ഷിച്ചത്. തസ്ഫി സഫത്തിഹു അത്തുറാബ, തീഹ് കാറ്റ് അടിച്ചു വീശ, മണ്ണ് എന്നങ്ങോട്ട് കാറ്റടിച്ചിട്ട് കൊണ്ടുപോകുന്നൊരവസ്ഥക്കാണ് സഫത്ത് എന്ന് പറയുന്നത്. കം തറക്കന ഹുനാക മിൻ ബത്തലിൻ തസ്ഫി അലൈഹി ദിയാഹു ഫീ ലമമിഹി. അപ്പൊ തസ്ഫി അലൈഹി ദിയാഹു, തസ്ഫി എന്ന് പറഞ്ഞാൽ എന്താ, അടിച്ചു വീശുന്നു. നശറത്തുഹു സഫത്തിൽ ജീഹു അത്തുറാബ ഐ നശറത്തുഹു എന്നാണ്. ഇവിടെ ഈ അബ്താല് ധാരാളം യോദ്ധാക്കളെ, ശജാഅത്തുള്ള ധീരശാലികളാകുന്ന യോദ്ധാക്കളെ എത്രയാണ് നമ്മൾ യുദ്ധക്കളത്തിൽ ഉപേക്ഷിച്ചത്. കാറ്റിങ്ങനെ അടിച്ചു വീശുന്നു അവരുടെ ലിമമില്. ലിമമ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ചെവിക്കുന്നിയുടെ ഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന മുടി. അപ്പൊ കാറ്റടിച്ചിട്ട് അതിങ്ങനെ വീശുന്നു എന്ന് പറഞ്ഞാൽ അവരെന്തല്ല, വീണ് കിടക്കുന്നല്ല. ആ നല്ല രീതിയിലുള്ള ആളുകൾ അവരെന്ത് ചെയ്യുന്നു, കാറ്റിങ്ങനെ അടിക്കുന്നു. ആ സ്ഥിതിയിൽ എത്ര ആളുകളെയാണ് നമ്മൾ യുദ്ധക്കളത്തിൽ ഒഴിവാക്കി പോകുന്നത്, ഉപേക്ഷിച്ചത്. ഇവിടെ ലിമം എന്ന് പറഞ്ഞാൽ മുടിയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പം പൊടിയുള്ള കാറ്റ് അത് ലിമമിൽ അടിച്ചു വീശുക എന്ന് പറയുമ്പോൾ അവിടെ ഷജാ വീണ് കിടക്കുന്നതാണ് മുറാദ് എന്ന് അറിയിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് കാറ്റ്, പൊടിയില്ലാത്ത സാധാ കാറ്റടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാറ്റടിക്കൽ ഉയരങ്ങളിലാണ്. പക്ഷെ ഇവിടെ ആ വാക്ക് തസ്ഫി എന്ന വാക്ക് നസറ എന്നുള്ളത് അർത്ഥാക്കുന്നുണ്ട്. ഇവിടെ ശത്രുപക്ഷം വീണ് കിടക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ വക്കമ്മിൻ ശുജാഇൻ സരീഇൻ അൽ അർളി തറക്നാ ഹുനാക ഫി ഹാദിഹി സൂറത്തി തൻശിറു ദിയാഹു അത്തുറാബ ഫി ശഅരിഹി അൽ മുജ്തമിഇ എന്ന് ഒരു അർത്ഥം. ആ നിലക്ക് അപ്പോ ശത്രുക്കള് വീണ് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഷുജാ എന്ന് പറഞ്ഞാൽ മുമ്പ് ഷജാ ആയിരുന്നു. നേരത്തെ പിന്നെ യോദ്ധാക്കളായ ഷജാഅത്തുള്ള എത്രയെത്ര ധീരന്മാരായ ആളുകളെയാണ് നമ്മൾ വെട്ടി വീഴ്ത്തിയത്. അങ്ങനെ അവരിങ്ങനെ കിടന്നിട്ട് പൊടി കാറ്റും കൂടെ അടിച്ചു വീശിയിട്ട് അവിടെ മുടി ഇങ്ങനെ ഇളകുന്നു എന്ന് സങ്കല്പിച്ചിട്ട് ഷായർ പറയുന്നതാണ് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തസ്ഫി എന്ന വാക്കുകൊണ്ട്. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.